അമ്മയ്ക്കുണ്ടോ ഈ പ്രാർത്ഥനയൊക്കെ മനസ്സിൽ? ആ ആ ആ ആ ഇന്നത്തെ ആദ്യത്തെ കാഴ്ച അമ്മ എന്താ കണ്ടത്? കൗതുകം നിറഞ്ഞ കാഴ്ച. ആ ഇത് വേറെ ടൈപ്പ്. അതേന്നേ, അപ്പയുടെ മുഖം ഒന്ന് തെളിഞ്ഞത് കരിമീൻ കിട്ടിയപ്പോഴാ. കളാഞ്ചി എവിടെ കാളാഞ്ചി? ഇനി നാളെ വലിയ മഴയില്ലെങ്കിൽ നാളെ വേറൊരു 15 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു യാത്രയുണ്ട്. അമ്മ എവിടെ പോയി ഇന്ന് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പ ഇറങ്ങിട്ടോ. അമ്മ ദേ കേട്ടില്ലേ, അമ്മയുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുക. അന്നേരം പബ്ലിഷ് ആയേ ഉള്ളൂ അത്. അപ്പ ഇറങ്ങി. അപ്പൊ അമ്മയുടെ ചെറിയ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലേ? അമ്മ എവിടെയാണെന്ന് കാണണ്ടേ? ദേ കാണിച്ചു തരാം. അമ്മ എവിടെ ഇരിക്കണേന്ന് നോക്കിയേ. കയ്യില് ഫോണും ഉണ്ട്. ഇരിക്കണുണ്ടോ? ഞാൻ വരുവാ ഓഫീസ്. റെഡിയാണ് ആള്. വീഡിയോ കണ്ടോണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞാനാ ആദ്യം റെഡി ആവണേ. അപ്പ കാലൊക്കെ നനയ്ക്കുക ഗ്രിപ്പ് കിട്ടാനായിട്ട്. അതുകൊണ്ടാ ഞാൻ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങുക. ഇനി പ്രാർത്ഥന, അത് കഴിഞ്ഞ് പുറത്തിറങ്ങും. അമ്മയ്ക്കുണ്ടോ ഈ പ്രാർത്ഥനയൊക്കെ മനസ്സിൽ? ആ ആ ആ ആ റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ലതാണ്. സാമ്പിൾ പാക്കറ്റ് എവിടെ കിട്ടണമെന്ന്? ആ അത് കോവിലാണ്, അതായത് അമ്മൻ കോവിൽ റോഡ്, എറണാകുളം. ഞാനങ്ങനെ പതിവ് പോലെ ഗേറ്റ് തുറക്കൽ പരിപാടിയിലേക്ക് പോയിട്ടോ. ഇന്നത്തെ ആദ്യത്തെ കാഴ്ച അമ്മ എന്താ കണ്ടത്? കൗതുകം നിറഞ്ഞ കാഴ്ച. ആദ്യത്തെ കാഴ്ച കുറച്ചേരം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടിലെ കിണറ്. കിണറ് അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്താ കിണറിന് പ്രത്യേകത? കിണറിന്റെ റിങ് ഇങ്ങനെ വെച്ചേക്കണം, വളച്ച് പൂക്കൊട്ട പോലെ. നല്ല രസമുണ്ട്. പൂക്കൊട്ടയൊക്കെ ഇല്ലേ, പഴക്കൊട്ട, പൂക്കൊട്ട, അതിന്റെ ഒക്കെ തൂക്കി പിടിക്കുന്ന റോഡ് സൈഡിലില്ലേ, റോഡ് സൈഡിലല്ല ഇപ്പൊ ഇങ്ങനെ സ്ഥലങ്ങൾ വിറ്റ് 10 സെന്റ് 5 സെന്റിലൊക്കെ വീടുകൾ വെക്കൂലേ, അങ്ങനെയുള്ള മിക്ക വീടുകളിലും അങ്ങനത്തെ ഇതായിട്ട് കിണറിന് ഇത് വെക്കാറുണ്ട്. അപ്പൊ അത് പ്രത്യേകത ഞാൻ വിചാരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗിക്ക് കൗതുകം. ആകപ്പാടെ ഇച്ചിരി ചുറ്റുവളയം മതിലും ഗേറ്റും വീടും അല്ലേ ഉള്ളു. അപ്പൊ ഒരു പ്രോമിനൻസി കിണറിന്. വെള്ളം കോരാനുള്ള ആ സാധനം തൂക്കിയിടുകയും ചെയ്യാം. തൂക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും നല്ല ഭംഗിയുണ്ടത്. റോഡ് സൈഡിലാ വീട്. ഇതാ മുളന്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് ബിൽഡിങ്. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, ആ വർക്ക്ഷോപ്പ് കണ്ടിട്ടില്ല. പാണാർപാലം എനിക്ക് ഇഷ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ? വെള്ളം കുത്തനെ. വെള്ളം മാത്രല്ല, നല്ല മഴക്കാറുണ്ടല്ലോ, കൃഷി നല്ല പച്ച പുതച്ച് നെൽപ്പാടം പോലെ കിടക്കണം. അതാണ് പാണാർപാലത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ. ചെറുപ്പം വരെ അല്ലേ ഇതിലേ പോകുമ്പോ മേഘം ഫോണിൽ കാണാൻ നല്ല രസോട്ടാ. നേരിൽ അത്രയും ഭംഗിയില്ല. നേരിൽ അത്രയില്ല, പക്ഷെ ഫോണിൽ നല്ല കറുത്തിരുണ്ട മേഘം ആയിട്ടില്ല, എങ്കിലും അതിലേക്ക് വന്നോണ്ടിരിക്കുന്നു. കാറ്റ് എല്ലായിടത്തും ബാധിച്ച കാറ്റ്. ഈ കായൽ, ഇത് കായലിന്റെ കൈവഴിയല്ലേ? കൈവഴി അത് കാണാൻ പോലും ഇല്ല. ആ ബണ്ടിന്റെ അവിടെയുള്ള അതിന്റെ കൈവഴി അത് ഫുള്ള് ഗ്രീനറി. എന്ത് കോറാതേ, ഭയങ്കര മഴക്കാർ കേട്ടോ. ഫോണിലേ അത് കാണാൻ പറ്റുന്നുള്ളൂ, നേരിൽ അത്രയൊന്നും കാണുന്നില്ല. നല്ല രസം ഫോണിൽ കൂടെ ഇത് കാണാൻ. കറുത്തിരുണ്ട മേഘങ്ങൾ. നേരിൽ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നേരിലൊരു വെള്ള നിറ മേഘത്തിന്. റോഡ് വന്നതിന് ശേഷം അക്കരയിട്ട് പോക്ക് നല്ല എളുപ്പമായില്ലേ. പണ്ട് കണ്ടനാട് കൂടിയേ പോയിക്കൊണ്ടിരുന്നത്, ഇവിടെ വഴിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയേ. കണ്ടോ, ഒരു നല്ല വൈബുള്ളൊരു സ്ഥലം അല്ലേ? ആ കളറൊക്കെ, ആ വൈറ്റ് കളറൊക്കെ നല്ല രസമുണ്ട്. ഒരു ഔട്ട്ഡോർ കഫേയാണ് കേട്ടോ, ഒരു മിനി കഫേ സെറ്റപ്പാണ്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ ആ പ്രെമിസസ് ഒക്കെ നല്ല ഇഷ്ടമായി. നമ്മളങ്ങനെ ഇതുവരെ ഔട്ട്ഡോർ കഫേയിൽ പോയിട്ടില്ല. സാധാരണ എപ്പോഴും ചുറ്റും ഭിത്തിയൊക്കെയുള്ള ഒരു ഹോട്ടൽ സെറ്റപ്പിലാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷേ ഇത്തവണ ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും പുറത്തിരുന്ന് ചായ കുടിക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കഫേ ചൂസ് ചെയ്തത്. ഇത് നമ്മുടെ മില്ലിങ്കൽ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ആ പൂത്തോട്ടയ്ക്ക് പോകാനായിട്ട് ഒന്ന് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാം ഈ ചായത്തീരം എന്ന് പറഞ്ഞിട്ടുള്ള കഫേ. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫയബിളാണ്. അപ്പം ഞാൻ ക്യാപ്പുച്ചീനിയാണ് പറഞ്ഞത്. പിന്നെ അവർ രണ്ടുപേരും 2 ചായ പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ടല്ലേ ചെല്ലണേ, അപ്പോൾ വളരെ മിനിമലായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അധികമൊന്നും അങ്ങനെ കഴിക്കുന്നവരല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് 3നും ഞാൻ മധുരം കുറച്ചാണ് ഇടിപ്പിച്ചിട്ടുള്ളത്, മീഡിയം ഷുഗറാണ് ഇടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാപ്പുച്ചീനോ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ എടുക്കാൻ തുടങ്ങണേ. നോർമലി ക്യാപ്പുച്ചീനോ ഇത്തിരി കടുപ്പമുള്ളതാണല്ലോ, അപ്പോൾ അതിന് മീഡിയം ഷുഗർ പറയുമ്പോഴേക്കും സാധാരണഗതിയിൽ നല്ല കടുപ്പം ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം എന്നൊക്കെ കരുതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ
ചായ എടുത്തു. അമ്മ എന്തോ മോളിൽ തേങ്ങയുണ്ട്, നല്ല കായ്ബലമുള്ള തെങ്ങാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനത് വീഡിയോ എടുക്കാൻ നിന്ന, പക്ഷെ ഞാനത് പിന്നെ ക്യാപ്പുച്ചിനോ കണ്ട് അതിൻ്റെ ഭംഗി മതി മറന്നുകൊണ്ട് ഞാൻ ആ തേങ്ങ കാണിക്കാൻ വിട്ടുപോയി. നല്ല രസമാട്ടോ, ഒരു തെങ്ങിൽ നിറയെ ഇങ്ങനെ തേങ്ങ ഉണ്ടായി കിടക്കണതാണ്, നല്ല ഭംഗിയില്ല. അങ്ങനെയായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ കുറേ പേര് അവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കണ കണ്ടു. ഞങ്ങളുടെ അടുത്തിരുന്നവർ ലോഡഡ് ഫ്രൈസ് ഒക്കെ കഴിക്കുന്നത് കണ്ടു കേട്ടോ. ഞാൻ ലോഡഡ് ഫ്രൈസ് ഇതുവരെ കഴിച്ചിട്ടില്ല, മറ്റേ ക്രീമൊക്കെ ഇട്ടിട്ടുള്ള അത് ഭയങ്കര ടേസ്റ്റിയാന്ന് പറയാറുണ്ട്, പക്ഷെ ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് പറയായിരുന്നു എന്നുള്ളത്. പിന്നെ ദേ ക്യാപ്പുച്ചീനോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. മധുരം വളരെ നോർമലായിരുന്നു. ഞാൻ ആഗ്രഹിച്ച അത്രയും മധുരം മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. സാധാരണ നമ്മൾ പലയിടത്തും ചെന്നിട്ട് മീഡിയം ഷുഗർ എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഒട്ടും മധുരം കാണില്ല, അല്ലെങ്കിൽ മധുരം കൂടുതലായിരിക്കും. പക്ഷേ ഇത് നല്ല കറക്റ്റായിരുന്നു. അമ്മയും പറയായിരുന്നു ചായക്ക് നല്ല കറക്റ്റ് മധുരമാണെന്ന് പറയായിരുന്നു. ഒട്ടും ഓവറില്ല, എന്നാൽ തീരെ ഇല്ലായികയില്ല, അങ്ങനെയാണെന്ന് പറയണ്ടായിരുന്നു. ചായ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പയ്ക്ക് കാപ്പി ഇഷ്ടമായി, കാപ്പിയല്ല ക്യാപ്പുച്ചീനോ, അതും ഇഷ്ടമായി, കൊള്ളാമെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടൻ കൊണ്ടുപോയി വെച്ചു കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മയോ ഞങ്ങൾ പറഞ്ഞില്ല, ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ. മയോ പൊതുവേ നമ്മൾ പറയാറില്ല, പുറത്തൊന്നും അധികം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ മയോ. നമ്മൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ സാലഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അതിനകത്തൊരു ഡ്രസ്സിങ് എന്നുള്ള രീതിയിൽ മുട്ടയില്ലാതെ പനീറൊക്കെ വെച്ചിട്ട് ഞാനൊരു മിനി മയോ സംഭവം ഉണ്ടാക്കാറുണ്ട്. അതാണ് സാലഡിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ മിക്സ് ചെയ്യുന്നത് കേട്ടോ, എപ്പോഴും ഉണ്ടാക്കാറില്ല. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഔട്ട്ഡോറിൽ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു വൈബ് വളരെ ഇഷ്ടമായി. ഇത് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ തോന്നുന്നുണ്ട്. മിക്കവാറും ഞാൻ ഫ്രീ ടൈം എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ അന്നേരം ഇത് വീട്ടിലുണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നേരത്തെയൊക്കെ സ്ഥിരം ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ, ഇപ്പം അതിന് സമയമില്ലാത്ത കാരണം അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞങ്ങളിതേ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാണ്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ സീറ്റിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. അടുത്ത് ഈ സിമെൻറ്റിൻ്റെ ഇരിക്കാനുള്ളത് ഇരിപ്പിടങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പറയുമായിരുന്നു, എന്നാൽ പോയി ബില്ല് അടച്ചിട്ട് വാന്നും പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് പൈസയൊക്കെ എടുത്തു. പിന്നെ അതേ അത് കണ്ടു, നമുക്ക് തന്നിട്ടുള്ള ഫോർക്കാണ്, ഇത്തവണ അതെടുത്തുകൊണ്ട് പോരാനുള്ള പ്ലാനിലാണ് അമ്മ. നമ്മളൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ വണ്ടി എടുത്തോളാം, ബണ്ടിൻ്റെ അവിടം വരെ ഒന്ന് പോയി വെച്ച് വന്നു കേട്ടോ. കുഴപ്പമില്ലല്ലോ, ഫുഡ് നല്ലതാട്ടോ. ചായ സ്ട്രോങ്, അത്രയും സ്ട്രോങ് ആയിരിക്കണം ചായ. ഫ്രഞ്ച് ഫ്രൈയും നല്ലതാട്ടോ. ഞങ്ങളുടെ വ്ളോഗിൽ വരും കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ചായയൊക്കെ ഇഷ്ടപ്പെട്ടത് കാരണം അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പോയതാണ്. പിന്നെ അതുപോലെ നമ്മൾ അവിടെ വണ്ടി ഇട്ടിട്ടേ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് മീൻ മേടിക്കാൻ പോകാനുണ്ടായിരുന്നു. അവിടെ ഒന്ന് പോകാനുണ്ട്, നിങ്ങളുടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോയതാ. പൂവ് ചെടിയല്ലേ? ആ പൂവ് നല്ല രസം, അപ്പൂപ്പൻ താടി പോലത്തെ. ആ നല്ല രസം. നീങ്ങിന്നോട്ടോ, വാ പോരെ. ഇത് വേറെ ടൈപ്പ്. അതേന്നേ, നല്ല രസമല്ലേ? കൊമ്പ് നട്ടാ പിടിക്കുമോ? ഈ റോസയുടെ ഇതുപോലെ എതള് പോലെ ഇരിക്കുന്നു. അപ്പൊ നടന്ന ഞങ്ങൾ പടം പിടിച്ചതാ ഇതിന്റെ. വാ. അപ്പൊ ഇത് ഏത് പൂവിന്റെ ചെടിയാ പോലും? അതിന്റെ പൂവ്. അതെ, ആ അതാ അല്ലേ, നല്ല രസമുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഫുഡ്? നല്ലതായിരുന്നു, കുഴപ്പമില്ല. എനിക്കും ഇഷ്ടമായിട്ടോ. ഇവിടെ ഒരെണ്ണം ഹോട്ടൽ അർജുൻ, നാടൻ ഊണ. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമുള്ള സാധനം, അതുകൊണ്ട് വലിയ ഇഷ്ടമായി. നല്ലതായിരുന്നു, നല്ല ചൂടൊക്കെ ഉണ്ട്. നല്ലതായിരുന്നു, സാധനം നല്ലതായിരുന്നു. അതുപോലെ ചായ നല്ലതായിരുന്നില്ലേ? വളരെ നല്ലതായിരുന്നു. ക്യാപ്പുച്ചീനോ ഉഗ്രനായിരുന്നു കേട്ടോ. റോഡിലില്ലേ റോഡിന്റെ പുറത്തെല്ലാം അവിടെ നാരകം ചാമ്പ എല്ലാം നട്ടേക്കണപ്പേ. അതെനിക്ക് തോന്നുന്ന സ്ഥലം എടുത്തു പോയതാന്ന് തോന്നുന്നു അല്ലേ എന്ന് തോന്നണം. അല്ലെങ്കിൽ അപ്പൊ പൈപ്പ് മേടിച്ച സ്ഥലമാണ് ഇത് കേട്ടോ. എന്തിനാ അപ്പൊ പൈപ്പ് മേടിച്ച? വഴിയിൽ പണ്ട് വഴിയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടിട്ട് ലൈനായിട്ട് നടന്നോട്ടോ, ബസ് വരുന്നുണ്ട് പുറകെ. ഞാൻ അങ്ങനെയാ നടക്കണം, വണ്ടി അല്ലെങ്കിൽ ഇഷ്ടം പോലെ നിരന്ന് നടക്കരുത്. LS ഇഷ്ടം പോലെ ഓടണം. കോൺക്രീറ്റിന്റെ ടാങ്ക്, വാട്ടർ ടാങ്ക് തന്നെയല്ലേ ഇത്? മോളി പറ്റില്ല, താഴെ പൈപ്പിൽ നിന്ന് വന്ന് ചാടുന്നത് ഈ ലൈനില്ലേ നമ്മുടെ വാട്ടർ സപ്ലൈ, ആ വെള്ളം ഇതിൽ സ്റ്റോർ ചെയ്യാം മുകളിലേക്ക്. പക്ഷെ ഇതെങ്ങനെ ട്രാൻസ്പോർട്ടേഷനില്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. ഇത് നമ്മുടെ കാഞ്ഞിരമറ്റം ഇല്ലിങ്കൽ ജംഗ്ഷൻ ഇല്ലേ, അവിടെ നിന്ന് പൂത്തോട്ട റൂട്ടിലേക്ക് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്ന കഴിയുമ്പോഴേക്കും കാണുന്ന ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മീൻ വാങ്ങിക്കാറ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. ദേ അങ്ങ്
അറ്റത്ത് കാണുന്നത് കണ്ടോ, അതാണ് ബണ്ട്, അതായത് പുത്തങ്കാവ് ബണ്ട് എന്നാണ് പേര്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇടാം കേട്ടോ. കാരണം ഈ ബണ്ടിൻ്റെ ഉദ്ഘാടനം അധികം താമസിയാതെ വരുന്നുണ്ട്, അവിടെ ഒരു പണി നടക്കുകയായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ആ വീഡിയോ ഇടുകയാണെങ്കിൽ അത് കുറച്ചും കൂടി രസകരമാവും. കാരണം അത് നേരത്തേക്ക് ന്യൂസിലേക്കൊക്കെ വരും. എവിടെ കാളാഞ്ചി? കാളാഞ്ചി അതൊരു 800 ഒക്കെ ഉണ്ടാവും അല്ലേ, 800 ഗ്രാം ഒക്കെ ഉണ്ടാവും അല്ലേ, ചില്ലറയുണ്ട്. നമ്മള് കരിമീനല്ലേ എടുക്കണേ. അപ്പൊ ഇത് ഏതാണ്ട് 700 ഗ്രാം ആണ് കേട്ടോ പറഞ്ഞത്. 3 പേർക്കുള്ള. അപ്പൊ ചെത്തിയ മാത്രം മതി, നുറുക്കണ്ട. ചെത്തിയ മാത്രം ഒരെണ്ണം കൂടി വെച്ചാൽ 3 പേരില്ലേ? വേണ്ട, ഇല്ല അതിനൊന്നും കട്ട് ചെയ്താ എടുക്കുന്ന സീസൺ. എടവപ്പാതിയാണ് സീസൺ. അതല്ലേ, എടവപ്പാതി എന്ന് പറയുമ്പോ മന്ത് ജൂൺ അല്ലേ? ജൂൺ തന്നെ, ജൂണാണ്. നമ്മള് കൊച്ചമ്മച്ചിയുടെ അവിടെ പോകുമ്പോഴാണ് പണ്ട് ഇവിടെ സ്ഥിരം നമ്മള് വാങ്ങിക്കാറുണ്ട്, പറ്റുന്നപ്പോഴൊക്കെ നമ്മള് വാങ്ങിക്കാറുണ്ട്. പക്ഷെ നല്ല മീനെ ഇവിടുത്തെ. അപ്പയ്ക്ക് ഉപ്പുവെള്ളത്തിലെ മീനായി ഇഷ്ടം. പിന്നെ അപ്പ കുറെ കരിമീൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പയ്ക്ക് ഈ ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മീനാണ് അത്ര കൂടുതൽ ഇഷ്ടം, അതിനൊട്ടും ചെളിചൊവ ഉണ്ടാവില്ല എന്നാ പറയണത്. രാവിലെ 7 വരൂല്ലേ? പണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് സമയം, ചേട്ടൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, 7 മണിക്ക് വരുമെന്ന്. പണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയതാ. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമോ? ശരി. ഞാനിപ്പോ ഓർക്കണ്ട, അവിടെ നിന്ന് കൊച്ചമ്മച്ചിനെ കാണാൻ പോകുമ്പോൾ എപ്പോഴും അവിടെ കയറണം. നമുക്കൊരു ചാനലുണ്ട്, അതിൽ ഇടാനായിട്ടാ. പക്ഷെ ഇവിടത്തെ കരിമീനില്ല, നല്ല രുചിയാ. ശരി. പണ്ടൊരു ജൂലൈയിലാ നമ്മൾ രണ്ടുപേരും വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഞാൻ ഓർക്കണ്ടത്. അപ്പൊ ചിരിക്കണത് കാണാറില്ല എന്ന് നിങ്ങൾ പറയാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അപ്പ ഇങ്ങനെ ചിരിക്കണതൊക്കെ കാണാം. അപ്പൊ അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഇതേ കണ്ടോ എടുത്തതാണ് ഈ വീഡിയോ ക്ലിപ്പിംഗ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ ഭാഗം കട്ട് ചെയ്യാനായിട്ടിരുന്ന, പക്ഷെ അപ്പ ചിരിക്കുന്നത് നീലക്കുറിഞ്ഞു പൂക്കുന്ന പോലെയല്ലേ. അപ്പയുടെ മുഖം ഒന്ന് തെളിഞ്ഞത് കരിമീൻ കിട്ടിയപ്പോഴാ. കരിമീൻ അപ്പയുടെ പ്രധാന വീക്ക്നെസ് ആണ്. അപ്പ കരിമീൻ മേടിച്ചപ്പോഴേക്കും പാല് പിഴിഞ്ഞ് കഴിക്കണ ആ രസം ഓർത്തുപോയി. അതാണ് അപ്പയ്ക്ക് ചിരി വന്നേ തോന്നുന്നത്. പിന്നെ പുള്ളിയായിട്ടുള്ള സംസാരം. അതെ 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 അതെ, നല്ല ചേട്ടനാ. നിങ്ങൾ രണ്ടുപേരും കൂടെ പണ്ട് ഞാൻ ഓർക്കണ്ട ആ ചേട്ടനോട് എപ്പോഴാ തുറക്കണേന്നൊക്കെ ചോദിച്ചതൊക്കെ. കരിമീൻ മേടിക്കുന്നത് പെട്ടെന്ന് വന്നൊരു പ്ലാനാണ്. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസും കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഡബിൾ ബെനിഫിറ്റ് ആയി. ചെടി വെക്കണാണോ അറിയില്ല, ആർക്കറിയാം. എത്ര രൂപയായി കരിമീൻ? കരിമീന് കിലോ 700. കൂടുതലാ വില. നമ്മൾ എത്രയാ മേടിച്ചത്? നമ്മൾ വാങ്ങിച്ചത് 2 കിലോ, അത് 700 ഗ്രാം, 490. അങ്ങനെ നല്ലൊരു സായാഹ്നമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടുത്തെ. എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡൊക്കെ ആയിരുന്നു. കഴിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. സ്നാക്സ്, ഈവനിങ് ടീക്ക് അതൊക്കെ മതിയല്ലോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോ അപ്പ പറയാറില്ലേ ഫ്രഞ്ച് ഫ്രൈസില് ക്രിസ്പി അല്ലാന്ന്, അങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ശരിക്കും. ചിപ്സ് ആണ് നമ്മള് ഒടിയണ പരുവത്തിൽ വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ഫ്രൈസ് പറയണേ. ഇച്ചിരി കഴിയട്ടെ, നടന്നു പോകണം. ഷാലോ ഫ്രൈ അല്ല, അത് പകുതി വെന്തതല്ലേ. ഇത് കുറച്ചും കൂടി ഒന്ന് മൊത്തത്തില് വേവും, ഫ്രൈ ആവും, അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ചിപ്സ് മറ്റേ സാധാരണ പോലെ കാവറുത്തതൊക്കെ പോലെ ഒടിഞ്ഞു വരണം. ഇത് അങ്ങനെ ഒടിയില്ല. ആശിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിപ്സാണ്. ആണോ? പൊട്ടറ്റോ ചിപ്സാ. അമ്മ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി, മാങ്ങ മേടിക്കാനാന്നല്ലേ പറഞ്ഞേ?
കരിമീൻ മാങ്ങ ഇട്ട് പാലിരിക്കുക. ദേ നമ്മുടെ തറവാട് നമ്മളെ ചിരിക്കുന്നു. ഇന്ന് എന്താ കേറാത്തേന്നാ ചോദിക്കണേ. കേറണ്ടോ അങ്ങോട്ട്? ഓ അതാണ് അമ്മ മാങ്ങയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന ഷോപ്പ്. അമ്മ എടുത്തെത്തിയിട്ടുണ്ട്. അല്ല അടുത്തുണ്ട്. ആ ലൈൻ ബസ് പുറകെ നിർത്തിക്കോളും. ദേ അവിടെ നിർത്തിയവര്. അതാണ് അവരുടെ സ്റ്റോപ്പ്, ഇവിടെ അല്ല. അങ്ങനെ മാങ്ങ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കയ്യിൽ ഒരു സഞ്ചിയൊക്കെ കാണാം. നോക്കാം എന്തായാലും. പൊട്ട് അപ്പയ്ക്ക് ഓർമ്മ വന്നു. തുറക്കണം. ലോക്കൊന്നുമില്ല, ഞാൻ തുറന്നോളാം. അപ്പ ഇവിടുന്നേ പറഞ്ഞു പൊട്ടും കിട്ടിയത്. പൊട്ട് കിട്ടി. അപ്പയ്ക്കും അപ്പൊ അത് ഓർമ്മയുണ്ട് പൊട്ടാണെന്നുള്ളത്. അമ്മ മേടിക്കണോന്ന് പറഞ്ഞ കാര്യം പൊട്ടാണെന്നുള്ളതാ അപ്പയ്ക്ക് ഓർമ്മയുണ്ട്. ആ മാങ്ങ കരിമ്പച്ച അല്ലേ? ഞങ്ങാത്ത് നോക്കി 3 എടുത്ത് 1/2 കിലോ 20 രൂപ. ആ കരിമ്പച്ചയെന്ന് തോന്നണു, കല്ലുപോലെ ഇരിക്കണം. ഏതായാലും മാങ്ങ ഇല്ലാതെ പറ്റില്ലല്ലോ. കാർ വാഷ്. പിന്നെ നമുക്ക് വേറെ ഡെസ്റ്റിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഈവനിങ് ഡേ ഔട്ട് ആയിരുന്നു. ദേ വീട്ടിലെത്തിട്ടോ. നല്ല കൂണാണോ അത്? ആ നമ്മൾ ഉപയോഗിക്കണതാ. പറിക്കാം. പക്ഷെ ഒരെണ്ണേ കണ്ടുള്ളൂ. തുണി മാറിയേച്ച് വരാം. ഉള്ളത് പറിക്കാം. തിരിച്ചെത്തി. സാരിയും കൊണ്ട് വരാൻ പറ്റില്ല. അതാ പൂക്കൾ. ഇത് അമ്മയുടെ ഒരു പ്ലാനിങ് ആണ് കേട്ടോ. ഒരു ചട്ടിയിൽ നമ്മുടെ വെരിഗേറ്റഡ് പോലെ 2 കളർ ചെടി നട്ടു വെച്ചു. പക്ഷേ ഈ ബോഗൻവില്ലയൊക്കെ കാണില്ലേ, ഒറ്റ സ്റ്റെമ്മിൽ 2 കളറായിട്ട്. എനിക്ക് തോന്നുന്നു ഗ്രാഫ്റ്റ് ചെയ്യണ പോലെ അങ്ങനെ എന്തോ സംഭവമാണത്. ഇതങ്ങനെയൊന്നല്ല, 2 കളർ ചെടി ഒരു ചട്ടിയിൽ നട്ടതാ. അപ്പോൾ അതിൽ തന്നെ 2 കളറായിട്ടുണ്ടാവും. ഇതൊക്കെ അമ്മയുടെ ഐഡിയ ആണ് കേട്ടോ. കണ്ടപ്പോൾ രസമായിട്ട് തോന്നിയത് കാരണം ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാ. ഞാൻ നോക്കി, പക്ഷെ ഒരു കൂണ് മാത്രമേ കണ്ടുള്ളൂ. അപ്പുറത്ത് വേറെ കണ്ടില്ല. ആ അത് നല്ല കൂണാണ്. ആ വലുതാ, വിടർന്നു. പക്ഷെ നമ്മൾ പറിക്കാറുള്ള കൂണാ. അത് അവിടെ നമ്മള് കൂണുണ്ടാവുന്ന സ്ഥലത്ത് മതിലൊക്കെ കെട്ടിയില്ലേ. മതിലല്ല, ഗേറ്റിന്റെ തൂണൊക്കെ വന്നില്ലേ, അതുകൊണ്ടായിരിക്കും. കൂണ് മുളച്ചേക്കണ്. കൂണ് 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 ഇത് ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന കൂണല്ലേ ഇത്. ഉപയോഗിക്കുന്ന കൂണാ. ഗേറ്റ് തുറന്നപ്പോൾ അവള് കണ്ട. വണ്ടിയിൽ പോയേച്ച് തിരിച്ചു വന്നപ്പോൾ ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞത്, നീ എന്നെ മറയല്ലേ. ഇവള് പറഞ്ഞു ഇവിടെ ഒരു കൂണ് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഡ്രസ്സ് മാറിയേച്ച് വരാമെന്ന് പറഞ്ഞു. ഡ്രസ്സ് മാറിയേച്ച് വന്നപ്പോൾ നോക്കി, ഇപ്പം ഉപയോഗിക്കുന്ന കൂണ് തന്നെയാണ്. പറമ്പൻ കൂണാ, വെള്ളാരം കൂണല്ല. ദേ നിന്റെ മണിമുല്ല വെച്ചേക്കണുണ്ടോ? അത് മഴക്കാലത്ത് ആർത്ത് അലച്ച് വന്നോളൂ എന്നാ പറഞ്ഞത്. നമുക്ക് പറിക്കാം. ഒരെണ്ണമുള്ളൂ. പക്ഷെ ഒരെണ്ണായിട്ട് കാര്യമില്ലല്ലോ. കേടൊന്നുമില്ല, ഫ്രഷാ. ഇച്ചിരി തേങ്ങ സവോളയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കാം. ഇത് ഓംലെറ്റ് ഉണ്ടാക്കാനേ ഉള്ളൂ, തിന്നാനൊന്നുമില്ല. ഇനിയിപ്പോ ഓംലെറ്റ് നാളെ കഴിക്കാം. ഇന്ന് ഓൾറെഡി ഒരു എഗ്ഗ് കഴിച്ചു. ഞാൻ ഒന്നിൽ കൂടുതൽ കഴിക്കില്ല ഒരു ദിവസം. അല്ലെങ്കിൽ ഒരു പണി ചെയ്യാം, ഞാൻ വൈകിട്ട് വെജ് സാലഡ് ഉണ്ടാക്കില്ലേ, അതിന്റെ കൂടെ ഇട്ട് കഴിച്ചോ. വഴറ്റിക്കോ, നന്നായിട്ട് വേവിച്ചെടുക്കണം. വഴറ്റി എടുത്തോളാം ഞാൻ. അങ്ങനെ വെച്ചേക്കാം. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അല്ല ഞാൻ എടുത്തോളാം. ഓക്കെ. ഇച്ചിരി പരിപാടി ഉണ്ട്. നല്ല ട്രിപ്പായിരുന്നു. നല്ല ട്രിപ്പായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു യാത്ര. വലിയ മഴയില്ല. ഇച്ചിരി മഴ പെയ്താൽ നല്ലതായിരുന്നു കാര്യം. പക്ഷെ മഴ കിട്ടിയില്ല. പൊടിമഴയൊക്കെ ചെറുതായിട്ടുണ്ടായി. പോയ വഴി മേടിച്ച സാധനങ്ങളും കാണിക്കാം. കണ്ടു ഓൾറെഡി. ഇത് പുതിയതാണോ പൊട്ട്? ഇത് ചെറുത്, വലുതെടുത്തത്. വലുത് എനിക്ക് പാകത്തിനുള്ള സൈസ് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വലുതായിരിക്കണം. എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ ചെറുത് ഇതുപോലെ. ഇത് വേണ്ടാന്ന് പറഞ്ഞു. വലിയ വലുതും വേണ്ട. പിന്നെ എൻ്റെ പാകത്തിനുള്ള ബ്ലാക്ക് ഉണ്ട്, അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് എനിക്ക് ഈ പൊട്ട് കുത്തണതാ ഇഷ്ടം കൂടുതല്. കാരണം ഇച്ചിരൂടെ വലിപ്പം വേണം. ഞാൻ കോളേജ് കാലം മുതൽ ചെറിയൊരു വലിപ്പത്തിലുള്ള ശിങ്കാറ് പൊട്ടാ കുത്തിക്കൊണ്ടിരുന്നത്. അന്ന് ശിങ്കാറ ഇങ്ങനത്തെ അല്ല, ഏത് ഈ ചാന്ത് പോലെ കുപ്പിയിൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിലിങ്ങനെ വരച്ച് നമ്മൾ വെക്കണം. ഓക്കെ, നല്ല ട്രിപ്പായിരുന്നു. ഇനി നാളെ വലിയ മഴയില്ലെങ്കിൽ നാളെ വേറൊരു 15 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു യാത്രയുണ്ട്. മഴയില്ലെങ്കിൽ, അടച്ച മഴയാണെങ്കിൽ അവിടെ പോയ വൈബ് കിട്ടൂല, പടം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ
കാറിൽ തന്നെ ഇരുന്നേച്ച് പോന്നിട്ട് കാര്യമില്ല, എല്ലാം നടക്കാനുണ്ട് കുറച്ച്. അതാ. ഓക്കെ. ഓക്കെ.